ശ്രീ വിഷ്ണു മോഹൻ. സർ, ഈ സൗജന്യ കുടിവെള്ള പദ്ധതി ഉപഭോക്താക്കളായിരുന്ന സുനാമി ഫ്ലാറ്റുകൾ, മത്സ്യഗ്രാമങ്ങൾ, പട്ടികജാതി കോളനികളിലൊക്കെ ഇപ്പോൾ വലിയ കുടിശ്ശിക വന്നുകൊണ്ട് അവർക്ക് നോട്ടീസ് അയച്ചുകൊണ്ട് വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. സർ, ഈ എൻ്റെ നിയോജക മണ്ഡലത്തിലെ മയനാട് അടക്കം ജലജന്യ രോഗങ്ങൾ പടർന്നു പിടപെടുകയും അത് ആരോഗ്യവകുപ്പിനടക്കം വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയും കഴിഞ്ഞ വർഷവും 30-ലധികം മഞ്ഞപ്പിത്തവും ഈ വർഷവും 40-നടുത്ത് മഞ്ഞപ്പിത്തം പിടിപെട്ട സാഹചര്യത്തിൽ സർ, ഈ സുനാമി ഫ്ലാറ്റുകൾ, മത്സ്യഗ്രാമങ്ങൾ എന്നിവിടങ്ങളിലുള്ള സൗജന്യ കുടിവെള്ള ഉപഭോക്താക്കളായിരുന്നവർക്ക് ഇപ്പോൾ വലിയ കുടിവെള്ള കുടിശ്ശിക വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ കുടിശ്ശിക എഴുതി തള്ളുന്നത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിലുണ്ടോ? അതിന് നടപടികൾ സ്വീകരിക്കുമോ? സർ, വാട്ടർ അതോറിറ്റി വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. സർ, അതുകൊണ്ട് ഇപ്പോൾ സത്യത്തിൽ ഇത് എഴുതിത്തള്ളാൻ കഴിയാത്ത സാഹചര്യം നിലവിലുണ്ട്. പക്ഷേ എങ്കിലും ഇത് പറഞ്ഞതൊരു മാനുഷിക പ്രശ്നമാണ്. ഞാനിപ്പോൾ ചുമതലയേറ്റ ശേഷം എല്ലാ ജില്ലകളിൽ നിന്നും ഒരുപാട് വലിയ ബില്ല് വരുന്നതിൻ്റെ പരാതികൾ, വെള്ളം കാര്യമായി ഉപയോഗിക്കുന്നുമില്ല എന്നാണ് ആളുകൾ പറയുന്നത്. വലിയ ബില്ല് വരുന്നതിൻ്റെ പരാതികൾ വരുന്നുണ്ട്. ഇക്കാര്യത്തിൽ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ഇതൊരു അദാലത്ത് പോലെ എന്തെങ്കിലും സിസ്റ്റം സർക്കാർ തലത്തിൽ ആലോചിക്കുന്നതാണ്. ഇതുപോലെ വിഷമിക്കുന്ന അർഹതപ്പെട്ട പാവപ്പെട്ട മനുഷ്യനെ ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ചുകൊണ്ട് എങ്ങനെ സർക്കാരിനെ സഹായിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് പരിശോധിക്കുന്നതാണ്. എന്തായാലും ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്ന ഈ ബില്ലിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഗവൺമെൻറ് ആവശ്യമായ ഒരു ക്രമീകരണം ഏർപ്പെടുത്തുന്നതായിരിക്കും.